ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എൻട്രി ആപ്പ്. നമ്മൾ ഇന്ന് നമ്മുടെ PCB എക്സാമുമായി ബന്ധപ്പെട്ട് മാത്തമെറ്റിക്സിന്റെ റിവിഷൻ ആണ്. എല്ലാവർക്കും അറിയാം കഴിഞ്ഞ എക്സാമിന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്, ഏതൊക്കെ പാറ്റേൺ ആയിരുന്നു, എത്ര ഡിഫിക്കൽട്ടി വന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതേപോലെ അതിനോട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന എല്ലാ ടോപ്പിക്സും അതുപോലെ തന്നെ റിസൾട്ടും വളരെ പെട്ടെന്ന് ചെറിയ ടൈമിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ ഓരോ ക്വസ്റ്റ്യൻസും കഴിഞ്ഞ എക്സാമിന് വന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും അതിന്റെ ഡീറ്റെയിൽഡ് ഡിസ്കഷൻ പറയുന്നുണ്ട്. അതേപോലെ തന്നെ അതിനോട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന റിസൾട്ടുകൾ അല്ലെങ്കിൽ ടോപ്പിക്സ് വളരെ പെട്ടെന്ന് ഒന്ന് റിവൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഒരു മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട്, 3x3 മെട്രിക്സ് ആണ്. അതിന്റെ റാങ്ക് എന്താണ് എന്നാണ് അല്ലേ. ഇപ്പൊ ഇവിടെ 3x3 മെട്രിക്സ് തന്നു കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ, ദാറ്റ് ഈസ് ഒരു മെട്രിക്സ് 3x3യോ 2x2യോ അല്ലെങ്കിൽ ഒരു സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ ഇവിടെ നിങ്ങൾ ഓപ്ഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഒരിക്കലും മെട്രിക്സിന്റെ റാങ്ക് വരില്ല. ഒരു നോൺ സീറോ മെട്രിക്സ് ആണെങ്കിൽ അതിന്റെ റാങ്ക് ഒരിക്കലും സീറോ വരില്ല. നമുക്കറിയാം അല്ലെ, ഒരു കംപ്ലീറ്റ് സീറോ എൻട്രി ആണെങ്കിൽ അതിന്റെ റാങ്ക് ആണ് എന്ത്, സീറോ. അപ്പൊ സീറോ ഒരിക്കലും വരില്ല. പിന്നീടുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് ഈ മെട്രിക്സിന്റെ m/n ഓർഡർ ആണെങ്കിൽ, ദാറ്റ് ഈസ് എ എന്ന മെട്രിക്സ് അതിന്റെ ഓർഡർ m/n ആണെങ്കിൽ ഇതിലെ ഏറ്റവും ലോവസ്റ്റ് നമ്പർ ഏതാണോ അതായിരിക്കും ഹയസ്റ്റ് ഓർഡർ ആയിട്ട് വരാനുള്ള അല്ലെങ്കിൽ ഹയസ്റ്റ് റാങ്ക് ആയിട്ട് വരാനുള്ള പോസിബിലിറ്റി. ഫോർ എക്സാമ്പിൾ എ എന്ന മെട്രിക്സ് 5/2 ആണെങ്കിൽ ഒരിക്കലും 5 വരില്ല, ഒരിക്കലും 3 വരില്ല അല്ലെ, ഒരിക്കലും 4 വരില്ല. ഇതിലെ ഹയസ്റ്റ് ലോവസ്റ്റ് നമ്പർ ഏതാണോ ദാറ്റ് ഈസ് 5ഉം 2 ആണ്. അപ്പൊ 2 ആണ് മാക്സിമം റാങ്ക് ആയിട്ട് വരിക. ക്ലിയർ ആണല്ലോ. പക്ഷെ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് 3x3 മെട്രിക്സ് ആണ്. ശരിയാണല്ലോ. അതുകൊണ്ട് 1 വരാം, 2 വരാം, 3 വരാം. ഇതിലെ ഏതോ മിനിമം ഏതാണോ അതായിരിക്കും ഹയസ്റ്റ് റാങ്ക് ആയിട്ട് വരിക. അപ്പൊ ഈ ഒരു കേസിൽ നമുക്ക് എന്ത് ചെയ്യണം, ഡിറ്റർമിനന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് സീറോ ആണെങ്കിൽ, ഡിറ്റർമിനന്റ് എപ്പോഴാണ് ഡിഫൈൻ ചെയ്യുക, സ്ക്വയർ മെട്രിക്സിന് മാത്രമേ ഡിറ്റർമിനന്റ് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നുള്ളൂ അല്ലെ. അപ്പോൾ ഡിറ്റർമിനന്റ് സീറോ ആണെങ്കിൽ അതിന്റെ റാങ്ക് ഒരിക്കലും n വരില്ല. അപ്പൊ എ എന്ന ഒരു മെട്രിക്സ് n/n ഓർഡർ ആണെങ്കിൽ ഡിറ്റർമിനന്റ് ഈക്വൽ ടു സീറോ ആണെങ്കിൽ അതിന്റെ റാങ്ക് ഒരിക്കലും n വരില്ല. റാങ്ക് എന്തായിരിക്കും, റാങ്ക് ഓഫ് എ ലെസ് ദാൻ n ആയിരിക്കും. ക്ലിയർ ആണല്ലോ. ഈ റിസൾട്ട് നമുക്കറിയാലോ. ഇനി അതേപോലെ ഈ ഒരു മെട്രിക്സ് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിൾ മെട്രിക്സ് ആണ്. നിങ്ങൾ ഒന്നാമത്തെ റോ നോക്കി, രണ്ടാമത്തെയും മൂന്നാമത്തെയും റോ ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാം അല്ലെ. ഒന്നാമത്തെ റോ അതിനെ 2 കൊണ്ട് ഇൻറ്റു ചെയ്തതാണ് രണ്ടാമത്തെ റോ അല്ലെ, 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തതാണ് രണ്ടാമത്തെ റോ അല്ലെ. അപ്പൊ R1 എന്ന് പറയുന്നത് R2 എന്ന് പറയുന്നത് R1നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്തതാണ്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ഓക്കെ, ഇനി R3 നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. R3 എന്ന് പറയുന്നത് ഒന്നാമത്തെ റോനെ വീണ്ടും ഒന്നാമത്തെ റോനെ ഒരു -1/2 കൊണ്ട് ഇൻറ്റു ചെയ്തതാണ് അല്ലെ. 1/2 ഇൻറ്റു R1 ചെയ്തതാണ്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഒന്നാമത്തെ റോ ഉപയോഗിച്ചിട്ടാണ് ബാക്കി 2 റോയും ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഇതിനെ എക്കലോൺ ഫോമിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഒന്നാമത്തെ റോ മാത്രമേ നോൺ സീറോ വരുള്ളൂ. കാരണം ഒന്നാമത്തെ റോ ഉപയോഗിച്ച് രണ്ടാമത്തെയും മൂന്നാമത്തെയും റോ നമ്മൾ സീറോയിലേക്ക് മാറ്റി കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് ഈ ഒരു എൻട്രിനെ സീറോയിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ആ റോയിലുള്ള എല്ലാ എലമെന്റ്സും എന്തായിരിക്കും, സീറോക്ക് മാറും. അപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു മെട്രിക്സ് ആയിരുന്നു ഇത് അല്ലെ. അപ്പൊ 3x3 മെട്രിക്സ് ആണ്, റാങ്ക് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇത് ഈ രീതിയിലാണ് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഈ മെട്രിക്സ്. അതുകൊണ്ട് റാങ്ക് എത്ര ആയിരിക്കും, ഇതിനെ എക്കലോൺ ഫോമിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് മാറ്റാം. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് മാറ്റിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് കിട്ടുന്ന മെട്രിക്സിലുള്ള നോൺ സീറോ എൻട്രീസ്, നോൺ സീറോ റോ എത്രയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 ആയിരിക്കും അല്ലെ. അതുകൊണ്ട് ഇതിന്റെ റാങ്ക് എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. വീണ്ടും ഈ എക്സാമിനും എന്ത് ചെയ്യാം, റാങ്കുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വീണ്ടും ഒരു 99% ചോദിക്കാം. അപ്പൊ റാങ്കുമായി ബന്ധപ്പെട്ട് ഒരുപാട് റിസൾട്ട് ഉണ്ട്, എല്ലാം നിങ്ങളൊന്ന് റിവൈസ് ചെയ്യണം. റാങ്ക് എന്ന് പറയുന്നത് AB എന്ന മെട്രിക്സ് ആണെങ്കിൽ, ദാറ്റ് ഈസ് AB എന്ന മെട്രിക്സ് ആണെങ്കിൽ റാങ്ക് ഓഫ് എ
എപ്പോഴും എന്തായിരിക്കും ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എന്ന മെട്രിക്സ് m/n മെട്രിക്സ് ആണെങ്കിൽ റാങ്ക് എന്ന് പറയുന്നത് എന്താണോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മിനിമം ഓഫ് m ആൻഡ് n ആയിരിക്കും അല്ലെ. അതുപോലെ തന്നെ റാങ്ക് ഓഫ് എ ബി ഒരു മെട്രിക്സ് ഒരു സ്ക്വയർ മെട്രിക്സ് അല്ലെങ്കിലും ഏതൊരു മെട്രിക്സിനും റാങ്ക് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതൊരു മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാലും ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് എന്താണ്, അതിനെ എക്കലോൺ ഫോമിലേക്ക് മാറ്റാം. അപ്പൊ അതിന്റെ മുന്നേ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്തരം പ്രോപ്പർട്ടീസ് കണ്ടെയ്ൻ ചെയ്യുന്ന മെട്രിക്സ് ആണോ നിങ്ങൾക്ക് വന്നിട്ടുള്ളത് ഒന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഉണ്ടെങ്കിൽ ഒരു റിസൾട്ട് ഉപയോഗിക്കാതെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഒരു മെട്രിക്സിന്റെ റാങ്ക് ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഐഗൻ വാല്യൂസുമായി ബന്ധപ്പെട്ട ഒരു പ്രോപ്പർട്ടി. ഒരു മെട്രിക്സിന്റെ ഐഗൻ വാല്യൂസും ഐഗൻ വെക്ടറും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഇവിടെ 2/2 മെട്രിക്സ് ആണ്, സിമ്പിൾ മെട്രിക്സ് ആണ് നമുക്ക് തന്നുള്ളത്. 3/3 മെട്രിക്സ് ആണെങ്കിലും 2/2 മെട്രിക്സ് ആണെങ്കിലും ഷോർട്ട് കട്ട് ഉണ്ട്, നിങ്ങൾക്ക് അറിയാം അല്ലെ. അപ്പൊ 2/2 മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട്. അതിന്റെ ഐഗൻ വാല്യൂസ് അല്ല ചോദ്യം. ക്വസ്റ്റ്യൻ എന്താണ്, 2 into a square into 2 ഈ ഒരു മെട്രിക്സിന്റെ ഐഗൻ വാല്യൂസ് എന്താണ് എന്നാണ്. വളരെ സിമ്പിൾ ആണ്. ദാറ്റ് ഈസ് ഈ ഐഗൻ വാല്യൂസിന്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് ഒരു എ എന്നൊരു മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഞാൻ വീഡിയോ റിപ്പീറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് എ എന്ന മെട്രിക്സ് 4 1 3 2 ഇതാണ് അല്ലെ. ഇതിന്റെ ഐഗൻ വാല്യൂസ് എങ്ങനെ കണ്ടുപിടിക്കാം? ദാറ്റ് ഈസ് ലാംഡ സ്ക്വയർ മൈനസ് നെക്സ്റ്റ് ട്രേസ് ഓഫ് എ ഇൻറ്റു ലാംഡ പ്ലസ് ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു 0. ഇതാണ് എന്ത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ഒരു പക്ഷെ അതായിരിക്കും ക്വസ്റ്റ്യൻ. ഇതിന്റെ റൂട്ട്സുകളെയാണ് നമ്മൾ എന്ത് പറയാ, ഐഗൻ വാല്യൂസ് എന്ന് പറയാം. ഇപ്പൊ 2/2 മെട്രിക്സ് ആണെങ്കിൽ ലാംഡ സ്ക്വയർ മൈനസ് ട്രേസ് ഓഫ് എ ഇൻറ്റു ലാംഡ പ്ലസ് ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു 0. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റൂട്ടിനെയാണ് നമ്മൾ ഐഗൻ വാല്യൂസ് എന്ന് പറയാം. ഓക്കെ, നമുക്ക് ചെയ്യാം. ലാംഡ സ്ക്വയർ മൈനസ് എന്താണ് ട്രേസ്, ഈ മെട്രിക്സിലെ ഡയഗണൽ എലമെന്റ്സിന്റെ സമ്മ്. ദാറ്റ് ഈസ് 4 + 2 ദാറ്റ് ഈസ് 6 ലാംഡ നെക്സ്റ്റ് പ്ലസ് ഡിറ്റർമിനന്റ് ദാറ്റ് ഈസ് 8 2 into 4 8 minus 3 equal to 0. That is lambda square minus 6 lambda plus next 5 equal to 0. ഇതായിരുന്നു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. അപ്പൊ ഇതിന്റെ റൂട്ട് എന്തായിരിക്കും? ലാംഡ ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4 into AC divided by 2a. That is lambda equal to 6 plus or minus next 16 root 16 that is 4 divided by 2. This equal to 10 divided by 2 and next 4 divided by 2 that is 5 and 2. ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള റൂട്ട്. പക്ഷേ ഇതല്ല ക്വസ്റ്റ്യൻ എന്താണ്? 2a സ്ക്വയർ എന്ന മെട്രിക്സിന്റെ ഐഗൻ വാല്യൂസ് എന്താണ് എ എന്ന മെട്രിക്സിന്റെ ഐഗൻ വാല്യൂസ് നമുക്കറിയാം 5ഉം 2ഉം. എ എന്ന മെട്രിക്സിന്റെ ഐഗൻ വാല്യൂസ് ലാംഡ ഐ ആണെങ്കിൽ എ സ്ക്വയറിന്റെ ഐഗൻ വാല്യൂസ് എന്തായിരിക്കും? എ സ്ക്വയർ ആണെങ്കിൽ ലാംഡ ഐ സ്ക്വയർ ആയിരിക്കും. ഓരോ ഐഗൻ വാല്യൂസിന്റെയും സ്ക്വയർ കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ഇവിടെ എത്ര കിട്ടും? 5 സ്ക്വയർ ആൻഡ് 2 സ്ക്വയർ. ശരിയല്ലേ? ഇതാണ് പ്രോപ്പർട്ടി. പക്ഷെ ഇവിടെ എ സ്ക്വയർ അല്ല, 2a സ്ക്വയർ ആണ്. 2a സ്ക്വയർ ആണെങ്കിൽ ഓരോ ഐഗൻ വാല്യൂസിനെയും നമ്മൾ 2 കൊണ്ട് ഇൻഡ് ചെയ്യും അല്ലേ. therefore എന്തായിരിക്കും? ഇവിടെ 15 ആണ്. ദാറ്റ് ഈസ് ഇവിടെ 25 ആണ് അല്ലേ. 25 ഇവിടെ 4 ആണ്. ഓക്കെ, therefore ഓരോ ഐഗൻ വാല്യൂസിനെയും സോറി ഇവിടെ 6 minus 4 that's equal to നമുക്ക് കിട്ടുന്നത് 2 ആണ് അല്ലേ. ദാറ്റ് ഈസ് 2 എന്ന് കിട്ടും. 2 divided by 2. ഓക്കെ, ദാറ്റ് ഈസ് നമുക്ക് കിട്ടുന്ന ഐഗൻ വാല്യൂസ് എന്ന് പറയുന്നത് 1 ആയിരുന്നു. 5ഉം 1 ആയിരുന്നു. അതിന്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? 5 സ്ക്വയർ 1 സ്ക്വയർ ദാറ്റ് ഈസ് 25 and 1 എന്ന് കിട്ടും. therefore ഇനി വീണ്ടും 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം അല്ലേ. ദാറ്റ് ഈസ് 2a സ്ക്വയർ ആയതുകൊണ്ട് 2 കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? 15 and 2. ഇതാണ് ഐഗൻ വാല്യൂസ്. 2a സ്ക്വയർ എന്ന മെട്രിക്സിന്റെ ഐഗൻ വാല്യൂസ്. therefore ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ ഐഗൻ വാല്യൂസുമായി ബന്ധപ്പെട്ട പ്രോപ്പർട്ടീസ് നമുക്ക് അറിഞ്ഞിരിക്കണം. എ എന്ന മെട്രിക്സ് അതിന്റെ ഐഗൻ വാല്യൂസ് ലാംഡ ഐ ആണെങ്കിൽ എ സ്ക്വയർ എന്തായിരിക്കും? എ സ്ക്വയർ ഈക്വൽ ടു ലാംഡ ഐ സ്ക്വയർ ആയിരിക്കും. ഓരോ ഐഗൻ വാല്യൂസിനെയും അതിന്റെ സ്ക്വയർ ജസ്റ്റ് സ്ക്വയർ ചെയ്താൽ മതി. സ്ക്വയറിന് മാത്രമല്ല എ റേസ് ടു എൻ ആണെങ്കിൽ എന്തായിരിക്കും? ലാംഡ ഐ പവർ എൻ ആയിരിക്കും. അതുപോലെ തന്നെ ഇൻവേഴ്സ്, ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഐഗൻ വാല്യൂസ് 0 ആണെങ്കിൽ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യില്ല.
അപ്പൊ എല്ലാം നോൺ സീറോ ഐഗൻ വാല്യൂസ് ആണെങ്കിൽ എ ഇൻവേഴ്സും എക്സിസ്റ്റ് ചെയ്യും അല്ലെ. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഐഗൻ വാല്യൂ എന്ന് പറയുന്നത് ഓരോ ഐഗൻ വാല്യൂസിന്റെയും റെസിപ്രോക്കൽ ആയിരിക്കും അല്ലെ. ദാറ്റ് ഈസ് 1/λ I ആയിരിക്കും. ഇനി ഏതെങ്കിലും ഒരു ഐഗൻ വാല്യൂസ് ഏതെങ്കിലും ഒരു λ I 0 ആണെങ്കിൽ ഡിറ്റർമിനന്റ് എന്തായിരിക്കും? ഡിറ്റർമിനന്റ് 0 ആയിരിക്കും. തിരിച്ചും ശരിയാണ്. ഏതെങ്കിലും ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് 0 ആണെങ്കിൽ അതിന്റെ ഐഗൻ വാല്യൂസ് അറ്റ്ലീസ്റ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലെ. അതേപോലെ ഒരു മെട്രിക്സ് എ എന്ന മെട്രിക്സിന്റെ ഐഗൻ വാല്യൂസ് λ I ആണെങ്കിൽ സം k ഇൻറ്റു എ, ഈ മെട്രിക്സിന്റെ ഐഗൻ വാല്യൂസ് എന്തായിരിക്കും? k ഇൻറ്റു λ I ആയിരിക്കും അല്ലെ. ഇതൊക്കെ നമുക്ക് അറിയുന്ന പ്രോപ്പർട്ടീസ് ആണ്. ഐഗൻ വാല്യൂസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ട്രേസ് കിട്ടും അല്ലെ. ഐഗൻ വാല്യൂസ് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡിറ്റർമിനന്റ് കിട്ടും. അപ്പൊ ഏതെങ്കിലും ഒരു ഐഗൻ വാല്യൂസും ഡിറ്റർമിനന്റ് 0 അല്ലെങ്കിൽ സിംഗുലർ മെട്രിക്സ് ഇങ്ങനെയൊക്കെ വന്നിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരിക്കും? ബാക്കിയുള്ള ഐഗൻ വാല്യൂസ് കണ്ടുപിടിക്കാനായിരിക്കും. ഇത്തരം ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അതേപോലെ 3/3 മെട്രിക്സ് ആണെങ്കിൽ എങ്ങനെയാണ് ഷോർട്ട് ആയിട്ട് ഐഗൻ വാല്യൂസ് ചെയ്ത, എന്താണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ, ഇതെല്ലാം നമ്മൾ ഓർത്തിരിക്കണം, റിവൈസ് ചെയ്തിട്ട് തന്നെ പോകണം. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനും സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്തതാണ്. ഇഫ് യു ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ, അങ്ങനെയാണെങ്കിൽ തന്നിട്ടുള്ള എക്സ്പ്രഷൻ എന്താണ് എന്നാണ്? ഡോ യു ഡിവൈഡ് ബൈ ഡോ എക്സ് പ്ലസ് എക്സ് ഇൻറ്റു ഡോ യു ഡിവൈഡ് ബൈ ഡോ എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡോ യു ഡിവൈഡ് ബൈ ഡോ വൈ. എന്താണ് അതിന്റെ എക്സ്പ്രഷൻ? നമുക്ക് എന്ത് ചെയ്യാം? ഈ തന്നിട്ടുള്ള ഇക്വേഷനെ ഒരു ഹോമോജീനിയസ് ഫംഗ്ഷൻ ഫോമിലേക്ക് മാറ്റി എഴുതാം അല്ലെ. ദാറ്റ് ഈസ് യു ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ. ഇതാണ് അല്ലെ. ദാറ്റ് ഈസ് എന്താണ്? ടാൻ യു ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് ഡിവൈഡ് ബൈ എക്സ് പ്ലസ് വൈ എന്നായി അല്ലെ. അപ്പൊ ഇനി നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടാൻ യു എന്ന് പറയുന്നത് ഹോമോജീനിയസ് ഫംഗ്ഷൻ ആണ്. എന്താണ് ഹോമോജീനിയസ് ഫംഗ്ഷൻ? എക്സിന്റെ സ്ഥാനത്ത് സം എൻ ഇൻറ്റു ലാംഡ വൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാംഡനെ പുറത്തേക്ക് എടുക്കാം. ലാംഡയുടെ പവർ ആണ് എന്ത്? അതിന്റെ ഡിഗ്രി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഞാൻ എഫ് ഈക്വൽ ടു ഞാൻ സം ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ എന്ന് എഴുതാൻ പോവാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് നമ്മുടെ ഇവിടത്തെ ഫംഗ്ഷൻ? ദാറ്റ് ഈസ് എക്സ് ക്യൂബ് എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് ഡിവൈഡ് ബൈ എക്സ് പ്ലസ് വൈ. എക്സിന് ലാംഡ എക്സും വൈക്ക് ലാംഡ വൈയും എന്ന് കൊടുക്കാം അല്ലെ. ലാംഡ വൈ ദാറ്റ് ഈസ് എഫ് ഓഫ് ലാംഡ എക്സ് ലാംഡ വൈ എന്തായിരിക്കും? ദാറ്റ് ഈസ് ലാംഡ എക്സ് ഓൾ ക്യൂബ് പ്ലസ് ലാംഡ വൈ ഓൾ ക്യൂബ് ഡിവൈഡഡ് ബൈ ലാംഡ എക്സ് പ്ലസ് ലാംഡ വൈ. ദാറ്റ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? ലാംഡ ക്യൂബ്. നെക്സ്റ്റ് ലാംഡ ക്യൂബ് കോമൺ ആയിട്ട് ന്യൂമറേറ്ററിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. ദാറ്റ് ഈസ് എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് ഡിവൈഡഡ് ബൈ നെക്സ്റ്റ് ഇവിടെയും ലാംഡ പുറത്തേക്ക് എടുക്കാം. ലാംഡ ഇൻറ്റു എക്സ് പ്ലസ് വൈ. ദാറ്റ് ഈസ് എന്താണ് നമുക്ക് കിട്ടിയുള്ളത്? എഫ് ഓഫ് ലാംഡ എക്സ് ലാംഡ വൈ ദിസ് ഈക്വൽ ടു ലാംഡ സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ എന്ന് കിട്ടി. ദാറ്റ് ഈസ് സെക്കൻഡ് ഡിഗ്രി ആയിട്ടുള്ള ഒരു ഹോമോജീനിയസ് ഫംഗ്ഷൻ ആണ് ഇത്. Therefore റിസൾട്ട് നമുക്കറിയാം അല്ലെ. എന്താണ് റിസൾട്ട്? എഫ് എന്ന് പറയുന്ന ഫംഗ്ഷന് അത് സെക്കൻഡ് ഓർഡർ ഹോമോജീനിയസ് ഫംഗ്ഷൻ ആണെങ്കിൽ ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു ഡോ എഫ് ഡിവൈഡ് ബൈ ഡോ എക്സ് പ്ലസ് നെക്സ്റ്റ് വൈ ഇൻറ്റു ഡോ എഫ് ഡിവൈഡ് ബൈ ഡോ വൈ ഈക്വൽ ടു എൻ ഇൻറ്റു എഫ് ആയിരിക്കും. ഇത് നമുക്ക് അറിയുന്ന റിസൾട്ട് ആണ്. എൻ എന്ന് പറയുന്ന എഫ് എന്ന ഫംഗ്ഷന്റെ ഓർഡർ ആണ് അല്ലെ, ഡിഗ്രി ആണ് അല്ലെ. ദാറ്റ് ഈസ് നമുക്ക് ഇതേ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ഇതേ റിസൾട്ട് ഉപയോഗിച്ച് തന്നുള്ള ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ദാറ്റ് ഈസ് തന്നുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. ടാൻ യു ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ. ക്ലിയർ ആണല്ലോ. Therefore ഇവിടെ എഫ് എന്താണ്? എഫ് എന്ന് പറയുന്നത് നമുക്ക് ടാൻ യു എന്നെടുക്കാം അല്ലെ. കാരണം നമ്മൾ എഴുതിയിട്ടുള്ളത് ദിസ് ഈക്വൽ ടു ടാൻ യു ആണ്. Therefore നമ്മുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു ഡോ ഇ എഫ് ഡിവൈഡ് ബൈ ഡോ യു, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ടാൻ യുവിന്റെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് ടാൻ യുടെ ഡെറിവേറ്റീവ് സീക് സ്ക്വയർ യു നെക്സ്റ്റ് ഡോ യു ഡിവൈഡ് ബൈ ഡോ എക്സ് പ്ലസ് നെക്സ്റ്റ് വൈ ഇൻറ്റു അഗെയിൻ sec square u divided by sec square u into dou u divided by dou y. ഓക്കെ. തന്നിട്ടുള്ള എഫ് എന്ന ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് പാർഷ്യൽ ഡെറിവേറ്റ് ചെയ്തു. അതേപോലെ തന്നുള്ള ഫംഗ്ഷനെ എഫിനെ വിത്ത് റെസ്പെക്ട് ടു വൈയും പാർഷ്യൽ ഡെറിവേറ്റ് ചെയ്തു.
ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു സീക്ക് സ്ക്വയർ യു ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് വൈ ഇൻറ്റു സീക്ക് സ്ക്വയർ യു ഡോ യു ഡിവൈഡ് ബൈ ഡോ വൈ. ദിസ് ഈക്വൽ ടു എൻ ഇൻറ്റു നമ്മുടെ ഫംഗ്ഷൻ ടാൻ യു. സീക്ക് സ്ക്വയർ ഇവിടെ കോമൺ ആണ് അല്ലേ. സീക്ക് സ്ക്വയർ നമുക്ക് എന്ത് ചെയ്യാം, തിരിച്ച് ഇങ്ങോട്ട് എടുക്കാം. ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു ഡോ യു ഡിവൈഡ് ബൈ ഡോ എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡോ യു ഡിവൈഡ് ബൈ ഡോ വൈ. ദിസ് ഈക്വൽ ടു ഇവിടെ എൻ എന്തായിരുന്നു, എൻ ഈക്വൽ ടു 2 ആയിരുന്നു. 2 ഇൻറ്റു ടാൻ യു ഡിവൈഡഡ് ബൈ നെക്സ്റ്റ് സീക്ക് സ്ക്വയർ യു. എന്താണ് സീക്ക് സ്ക്വയർ യു? 1 ഡിവൈഡ് ബൈ കോസ് ആണ് എന്ത്, സേക്ക് അല്ലേ. therefore 1 ഡിവൈഡ് ബൈ സീക്ക് എന്താണ്, കോസ് ആണ് അല്ലേ. therefore this equal to 2 tan u നെക്സ്റ്റ് കോസ് സ്ക്വയർ യു. അത് നമുക്ക് എന്ത് ചെയ്യാം, കോസ് യു ഇൻറ്റു കോസ് യു എന്ന് എഴുതാം. എന്താണ് ടാൻ യു? ടാൻ യു എന്ന് പറയുന്നത് 2 ഇൻറ്റു സൈൻ യു ഡിവൈഡ് ബൈ കോസ് യു ആണ്, ഇൻറ്റു കോസ് യു ഇൻറ്റു കോസ് യു അല്ലേ. ഇത് രണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാം, സിമ്പിൾ എക്സ്പ്രഷനിലേക്ക് മാറി. ദാറ്റ് ഈസ് 2 സൈൻ യു നെക്സ്റ്റ് കോസ് യു. നമുക്കറിയുന്ന സിമ്പിൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആണ് 2 സൈൻ തീറ്റ കോസ് തീറ്റ. തീറ്റയുടെ പകരം ഇവിടെ യു വന്നേന്നുള്ളൂ. എന്താണ് 2 സൈൻ തീറ്റ കോസ് തീറ്റ? സൈൻ 2 തീറ്റ, ശരിയല്ലേ. അപ്പൊ ഇവിടെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് എഴുതാം, സൈൻ 2 യു എന്ന് എഴുതാം. സിമ്പിൾ ആയിരുന്നു, ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിരുന്നു. പഠിച്ചിട്ടുള്ള നമ്മൾ ഡിഫൈൻ ചെയ്തിട്ട് നമ്മൾ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്ത് പ്രാക്ടീസ് ആണ്. അപ്പൊ ഇത്തരം ക്വസ്റ്റ്യൻസും വരാം. ഓക്കെ, ഒരു ഫംഗ്ഷൻ തരാം, അത് ഹോമോജീനിയസ് ഫംഗ്ഷൻ ആയിരിക്കും, അതുകൊണ്ട് ഓയിലർ ഫോം ആയിരിക്കും അല്ലെ, അല്ലെങ്കിൽ ഓയിലർ തിയറം ഉപയോഗിച്ച്, ഓയിലർ ഫോം അല്ല ഓയിലർ തിയറം ഉപയോഗിച്ച്. എന്താണ് ഓയിലർ തിയറം? ദാറ്റ് ഈസ് ഡോ യു, ഇതാണ് ഓയിലർ തിയറം. ദാറ്റ് ഈസ് ഡോ യു എക്സ് ഇൻറ്റു ഡോ എഫ് ഡിവൈഡ് ബൈ ഡോ എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡോ എഫ് ഡിവൈഡ് ബൈ ഡോ വൈ ഈക്വൽ ടു എൻ ഇൻറ്റു എഫ്. അപ്പൊ ഓയിലർ തിയർ ഉപയോഗിച്ച് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ ഓപ്ഷൻ എന്താണ്, സൈൻ 2 യു ആണ്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു വെക്റ്റർ ഫീൽഡ് നമുക്ക് തന്നിട്ടുണ്ട്. എഫ് ഈക്വൽ ടു, ഞാൻ റീറൈറ്റ് ചെയ്യാം, എഫ് ഈക്വൽ ടു 2xyzi പ്ലസ് നെക്സ്റ്റ് എക്സ് സ്ക്വയർ സെഡ് ക്യൂബ് ജെ പ്ലസ് 3x സ്ക്വയർ വൈ സെഡ് സ്ക്വയർ കെ. നമുക്കൊരു വെക്റ്റർ ഫീൽഡ് ആണ്. ദാറ്റ് ഈസ് EFI പ്ലസ് GJ പ്ലസ് HK. ഇങ്ങനെ ഒരു വെക്റ്റർ ഫീൽഡ് എഫ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യൻ ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഇറോട്ടേഷണൽ ആണോ, സോളിനോയിഡൽ ആണോ, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ആണോ, അല്ലെങ്കിൽ റൊട്ടേഷണൽ ആണോ? ഒരു വെക്റ്റർ ഫീൽഡ് കിട്ടിക്കഴിഞ്ഞാൽ എപ്പോഴാണ് ഇറോട്ടേഷണൽ എന്ന് പറയാം, അതേപോലെ എപ്പോഴാണ് സോളിനോയിഡൽ എന്ന് പറയാം. എന്താണ് പൊട്ടൻഷ്യൽ അഥവാ കൺസർവേറ്റീവ് ഫീൽഡ്? ഒരു കൺസർവേറ്റീവ് ഫീൽഡ് ആവാനുള്ള നെസസറി കണ്ടീഷൻ എന്താണ്? ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു വെക്റ്റർ ഫീൽഡ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ കേള് സൂറയാണെങ്കിൽ നമ്മൾ എന്ത് പറയും, അതിനെ ഇറോട്ടേഷണൽ എന്ന് പറയും. അതേപോലെ തന്നെ അതെന്തായിരിക്കും, കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡ് ആയിരിക്കും അല്ലെ, അഥവാ പൊട്ടൻഷ്യൽ ആയിരിക്കും. അപ്പൊ ഇവിടെ പൊട്ടൻഷ്യൽ പറഞ്ഞു കഴിഞ്ഞാൽ കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡ് എന്നാണ് മീനിങ്. ക്ലിയർ ആണല്ലോ. അതേപോലെ ഒരു വെക്റ്റർ ഫീൽഡ് കിട്ടി, അതിന്റെ ഡൈവേർജൻസ് 0 ആണെങ്കിൽ അതെന്തായിരിക്കും, സോളിനോയിഡൽ ആയിരിക്കും, അല്ലെങ്കിൽ ഇൻകംപ്രസിബിൾ ആയിരിക്കും. ഈ രണ്ട് വേർഡും പറയാറുണ്ട്. അപ്പൊ ഇവിടെ ഒരു വെക്റ്റർ ഫീൽഡ് ചോദിച്ചിട്ട് ഇത്രയും 4 ഓപ്ഷൻ ആണ് തന്നുള്ളത് അല്ലെ. ഇവിടെ നിങ്ങൾ ഒറ്റയ്ക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ റൊട്ടേഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ കേള് 0 ആണ്, പൊട്ടൻഷ്യൽ പറഞ്ഞു കഴിഞ്ഞാലും കേള് 0 ആണ്. കേള് 0 ആണെങ്കിൽ 2 ഓപ്ഷൻ വരും അല്ലെ. 2 ഓപ്ഷൻ ആണെങ്കിൽ എന്തായാലും, സിംഗിൾ ഓപ്ഷൻ ആണെങ്കിൽ ഈ ഒരു പോസിബിലിറ്റി നമുക്ക് ഒഴിവാക്കാം. എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ കേള് കണ്ടുപിടിക്കാം. എന്താണ് കേള്, എങ്ങനെ കണ്ടുപിടിക്കാം? ദാറ്റ് ഈസ് ഡിറ്റർമിനന്റ് ഓഫ് IJK. രണ്ടാമത്തത് ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ വൈ, ഡോ ബൈ ഡോ സെഡ്. ഇനി മൂന്നാമത്തെ റോ ദാറ്റ് ഈസ് FG ആൻഡ് H അല്ലെ. ഇതാണ് എന്ത്, കേളിന്റെ ഡെഫിനിഷൻ. ഏതൊരു വെക്റ്റർ ഫീൽഡ് കിട്ടിക്കഴിഞ്ഞാലും ഒന്നാമത്തെ റോ IJK എഴുതാം, രണ്ടാമത്തെ റോ ദാറ്റ് ഈസ് ഓപ്പറേറ്റർ എഴുതാം, മൂന്നാമത്തെ കറസ്പോണ്ടിങ് IJK ഫംഗ്ഷൻസിന്റെ കോഎഫിഷ്യന്റ്. വളരെ പെട്ടെന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, IJK ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ വൈ, ഡോ ബൈ ഡോ സെഡ്. നെക്സ്റ്റ് 2xy എക്സ് സ്ക്വയർ സെഡ് ക്യൂബ്, നെക്സ്റ്റ് 3x സ്ക്വയർ വൈ സെഡ് സ്ക്വയർ. ദാറ്റ് ഈസ് I ഇൻറ്റു I നിൽക്കുന്ന കോളം റോ എലിമിനേറ്റ് ചെയ്യാം. ബാക്കി ഇതാണ് അല്ലെ. അപ്പൊ ഡോ ബൈ ഡോ എക്സ് ഓഫ് ദിസ് നമ്പർ, ദിസ് ഫംഗ്ഷൻ, തന്നുള്ള ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റ് ചെയ്യണം. എന്തായിരിക്കും,
2xz³ എന്ന് വരും. മൈനസ് അടുത്തതോ തന്നിട്ടുള്ള ഈ ഒരു ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു y ഡെറിവേറ്റ് ചെയ്യണം. എന്ത് കിട്ടും നമുക്ക്? ദാറ്റ് ഈസ് 2xy എന്ന് കിട്ടും. ശരിയാണല്ലോ? ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് അല്ലേ? നമ്മൾ എന്ത് ചെയ്യും? ഐ നിൽക്കുന്ന കോളം റോയും എലിമിനേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ഈ ഒരു ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു y ഡെറിവേറ്റ് ചെയ്യണം. ഡോ ബൈ ഡോ y ഓഫ് ദിസ് ഫംഗ്ഷൻ. ദാറ്റ് ഈസ് നമുക്ക് കിട്ടുന്നത് 3x²z² എന്നാ. നെക്സ്റ്റ് ഈ ഒരു ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു z ഡെറിവേറ്റ് ചെയ്യണം. മൈനസ് 3x² നെക്സ്റ്റ് z² എന്ന് വരും. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇത് 0 ആണ് അല്ലേ? ദാറ്റ് ഈസ് I ഇൻറ്റു 0. നെക്സ്റ്റ് മൈനസ് j ഇൻറ്റു j നിൽക്കുന്ന കോളം റോ എലിമിനേറ്റ് ചെയ്യണം. എന്താ നമുക്ക് കിട്ടുക? ഇതിനെ ഈ ഒരു ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു x ഡെറിവേറ്റ് ചെയ്യണം. എന്ത് കിട്ടും? 6xyz². ഈ ഒരു ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു z ഡെറിവേറ്റ് ചെയ്യണം. എന്ത് കിട്ടും? ദാറ്റ് ഈസ് 0 കിട്ടും. ദാറ്റ് ഈസ് ഈ ഒരു കമ്പണന്റ് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. ഇനി നിങ്ങൾ k വെച്ച് ചെയ്യണോ? k വെച്ച് ചെയ്യണ്ട. കാരണം ഇത് നോൺ 0 ആണ്. നമ്മൾ എന്താ ചെക്ക് ചെയ്യേണ്ടത്? കേട് 0 ആണോ അല്ലേ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. ക്ലിയർ ആണല്ലോ? therefore ഇറൊട്ടേഷണൽ അല്ല, കൺസർവേറ്റീവ് അല്ല. ഇനി ഡൈവേജൻസും കൂടി ചെക്ക് ചെയ്ത് കഴിഞ്ഞാലോ? എന്താണ് ഡൈവേജൻസ്? ദാറ്റ് ഈസ് ഇതിനെ വിത്ത് റെസ്പെക്ട് ടു x ഡെറിവേറ്റ് ചെയ്യണം, ഇതിനെ വിത്ത് റെസ്പെക്ട് ടു y ഡെറിവേറ്റ് ചെയ്യണം അല്ലെ? ഇതിനെ വിത്ത് റെസ്പെക്ട് ടു z ഡെറിവേറ്റ് ചെയ്യണം. ഒന്നാമത്തെ ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു x ഡെറിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് dvf ദിസ് ഈക്വൽ ടു 2yz എന്ന് കിട്ടും. അടുത്തതോ വിത്ത് റെസ്പെക്ട് ടു y ഡെറിവേറ്റ് ചെയ്ത് കഴിഞ്ഞാലോ ഇത് 0 എന്ന് കിട്ടും. വിത്ത് റെസ്പെക്ട് ടു z ഡെറിവേറ്റ് ചെയ്ത് കഴിഞ്ഞാലോ ദാറ്റ് ഈസ് 6x²yz എന്ന് കിട്ടും. ഇതും നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പൊ സോളിനോയിഡ് അല്ല, ഇറൊട്ടേഷണൽ അല്ല, അതുപോലെ തന്നെ കൺസർവേറ്റീവ് അല്ല അല്ലെ? അതുകൊണ്ട് റൊട്ടേഷണൽ. ഇതാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസും എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയേണ്ടത് ഒരു വെക്റ്റർ ഫീൽഡ് കിട്ടിക്കഴിഞ്ഞാല് കൺസർവേറ്റീവ് ആണോ അല്ലെങ്കിൽ റൊട്ടേഷണൽ ആണോ നെക്സ്റ്റ് സോളിനോഡൽ ആണോ വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റണം. ഇനി ഒരു വെക്റ്റർ ഫീൽഡ് തന്നിട്ടുണ്ടായിരിക്കും, അതില് IJK കമ്പോണൻസിന്റെ കൂടെ ഒരു അൺനോൺ കൂടി തന്നിട്ടുണ്ടായിരിക്കും, ABC അല്ലെങ്കിൽ A ഇൻറ്റു x²y JI പ്ലസ് സംതിങ് ആയിരിക്കും. എന്നിട്ട് ക്വസ്റ്റ്യൻ എന്തായിരിക്കും? ഇത് കൺസർവേറ്റീവ് ആണ്, അല്ലെങ്കിൽ ഇത് ഇറൊട്ടേഷണൽ ആണ്, അല്ലെങ്കിൽ ഇത് സോളിനോയിഡൽ ആണ്. ഇങ്ങനെ എന്തെങ്കിലും ഒരു ഹിന്റ് തന്നിട്ട് എയുടെ വാല്യൂ അല്ലെങ്കിൽ അൺനോണിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ചോദിക്കും. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് അറിഞ്ഞിരിക്കണം. ക്ലിയർ ആണല്ലോ? ഇനി രണ്ടാമത്തേത്, ഒരു ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഫി എന്ന് പറയുന്നത് സം ഫംഗ്ഷൻ ഓഫ് x,y,z ആണെങ്കിൽ എന്താണ് ഗ്രേഡിയന്റ്? ഏതാണ് ഗ്രേഡിയന്റ് ഡിഫൈൻ ചെയ്യുന്നത്? ഗ്രാഡ് എഫ് ഈക്വൽ ടു എഫിനെ വിത്ത് റെസ്പെക്ട് ടു x ഡെറിവേറ്റ് ചെയ്യാം, അതിന്റെ കൂടെ I എഴുതാം, എന്നിട്ട് ഫീനെ വിത്ത് റെസ്പെക്ട് ടു y ഡെറിവേറ്റ് ചെയ്യാം, അതിന്റെ കൂടെ j എഴുതാം, എന്നിട്ട് ഫീനെ വിത്ത് റെസ്പെക്ട് ടു z ഡെറിവേറ്റ് ചെയ്യാം, ഇതിന്റെ കൂടെ k എഴുതാം. ഈ ഒരു ഫംഗ്ഷനെയാണ് നമ്മൾ എന്ന് പറയാ ഗ്രാഡ് എഫ് എന്ന് പറയാം. ഫി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു സർഫസ് ആണെങ്കിൽ ഗ്രാഡ് ഫി എന്താണ്? ഇതിന്റെ നോർമൽ വെക്ടർ ആണ്. അപ്പൊ അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം. ക്ലിയർ ആണല്ലോ? അപ്പോ വെക്ടർ ഫീൽഡുമായി ബന്ധപ്പെട്ട് ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ഇനി ഒരു ഫീൽഡ് കൺസർവേറ്റീവ് ആണ് തന്നു, ഈ എഫ് എന്ന് പറയുന്ന ഫീൽഡ് കൺസർവേറ്റീവ് ആണെന്ന് പറഞ്ഞു. എപ്പോഴാണ് കൺസർവേറ്റീവ് എന്ന് പറയാം? ഈ എഫിന് കറസ്പോണ്ടിങ് ആയിട്ട്, ഈ ഫീൽഡിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റണം? ഒരു ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പറ്റണം. ആ ഫംഗ്ഷന്റെ ഫി എന്ന ഫംഗ്ഷന്റെ ഗ്രേഡിയന്റ് ആയിരിക്കണം ഈ എഫ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ എഫ് ഒരു കൺസർവേറ്റീവ് ഫീൽഡ് എന്ന് പറയാൻ പറ്റും. അപ്പൊ ഇത്തരം ക്വസ്റ്റ്യൻസും ചോദിക്കാം. ഒരു വെക്റ്റർ ഫീൽഡ് തന്നിട്ട് ഒരുപാട് 4 ഓപ്ഷൻ തരും, 4 ഓപ്ഷനും ഫംഗ്ഷൻ ആയിരിക്കും. എന്നിട്ട് ഇതിലേതാണ് ഈ ഫംഗ്ഷന്റെ കറസ്പോണ്ടിങ് പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ? ഈ എഫ് എന്ന് പറയുന്ന വെക്റ്റർ ഫീൽഡ് ആണെങ്കിൽ, അത് കൺസർവേറ്റീവ് ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഫീ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആ ഫീയുടെ ഗ്രേഡിയന്റ് ആയിരിക്കും എന്ത്? നമ്മുടെ തന്നിട്ടുള്ള ഫംഗ്ഷൻ എഫ്. ഈ ഫീനെ വിളിക്കുന്ന പേരാണ് പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസും എക്സ്പെക്ട് ചെയ്യാം. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദ പെർട്ടിക്കുലർ ഇന്റഗ്രൽ, ഇത് ബിഗ് ഫംഗ്ഷൻ ആണ് അല്ലെ? നമുക്കറിയാം എങ്ങനെയാണ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ, പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാം. ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്കറിയാം, നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം. എന്താണ് നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ?
ഈക്വൽ സൈൻ കഴിഞ്ഞിട്ട് ഒരു നോൺ സീറോ ഫംഗ്ഷൻ ആയിരിക്കും അല്ലെ. ഒന്നെങ്കിൽ കോൺസ്റ്റന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ എ റേസ് ടു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ട്രിഗണോമെട്രി ഫംഗ്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ പോളിനോമിയൽ ഫംഗ്ഷൻ ആയിരിക്കാം. ഇത്തരം നോൺ ഹോമോജീനിയസ് PDE വന്നു കഴിഞ്ഞാൽ സോൾവ് ചെയ്യേണ്ട സിമ്പിൾ മെത്തേഡ് ട്രിക്സ് നമുക്കറിയാം. ഞാൻ തന്നിട്ടുള്ള ഇക്വേഷൻ എടുത്ത് എഴുതാം. d മൈനസ് 2y ദിസ് ഈക്വൽ ടു 8 ഇൻറ്റു e പവർ 2x പ്ലസ് സൈൻ 2x പ്ലസ് എക്സ് സ്ക്വയർ. ഇതിന്റെ പെർട്ടിക്കുലർ ഇന്റഗ്രൽ ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ പെർട്ടിക്കുലർ ഇന്റഗ്രൽ ഉണ്ട്. ഇത് രണ്ടും സം ചെയ്ത് കഴിഞ്ഞാലാണ് ഒരു നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ അതിന്റെ ജനറൽ സൊല്യൂഷൻ. അപ്പൊ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് പെർട്ടിക്കുലർ സൊല്യൂഷൻ മാത്രം കണ്ടുപിടിക്കാനാണ്. ഒന്നുകൂടി റീറേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് d മൈനസ് 2 ഹോൾ സ്ക്വയർ y ഈക്വൽ ടു 8 ഇൻറ്റു നെക്സ്റ്റ് e പവർ 2x നെക്സ്റ്റ് പ്ലസ് സൈൻ 2x നെക്സ്റ്റ് പ്ലസ് എക്സ് സ്ക്വയർ അല്ലേ. ദാറ്റ് ഈസ് ഓരോ ഫംഗ്ഷനും ഡിഫറെന്റ് മെത്തഡാ. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, e റേസ് ടു 2x എടുക്കാം. ദാറ്റ് ഈസ് pi1 എന്ന് എടുക്കാം അല്ലേ. pi1 ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ d മൈനസ് 2 ഹോൾ സ്ക്വയർ 8 ഇൻറ്റു e പവർ 2x. 8 നമുക്ക് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 8 ഇൻറ്റു 1 ഡിവൈഡ് ബൈ d മൈനസ് 2 ഹോൾ സ്ക്വയർ നെക്സ്റ്റ് e പവർ 2x. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു 8 ഇൻറ്റു 2 നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 0 ആണ് കിട്ടുക അല്ലെ. ഡിയുടെ സ്ഥാനത്ത് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 0 ആണ് കിട്ടുക. 0 കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കും, x കൊണ്ട് ഇൻറ്റു ചെയ്യും. അപ്പൊ x ഡിവൈഡഡ് ബൈ നമ്മൾ ഇതിന്റെ ഡെറിവേറ്റീവ് 2 ഇൻറ്റു d മൈനസ് 2 നെക്സ്റ്റ് e പവർ 2x. വീണ്ടും എന്ത് ചെയ്യണം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. e റേസ് ടു ax ആണെങ്കിൽ a നമ്മുടെ f ഓഫ് d യിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതാണ് മെത്തേഡ്. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു 8 ഇൻറ്റു x ഇൻറ്റു വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0 വരുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും x കൊണ്ട് ഇൻറ്റു ചെയ്യാം. വീണ്ടും ഡെറിവേറ്റീവ് എടുക്കാം അല്ലെ. ഡെറിവേറ്റീവ് എടുത്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, നമുക്ക് 1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് e റേസ് ടു 2x. ദാറ്റ് ഈസ് 2 നമുക്ക് ക്യാൻസൽ ചെയ്യാം. ദാറ്റ് ഈസ് 4x സ്ക്വയർ e റേസ് ടു 2x. ഇതാണ് എന്ത്, ഒന്നാമത്തെ ഫംഗ്ഷന്റെ പെർട്ടിക്കുലർ ഇന്റഗ്രൽ. ക്ലിയർ ആണല്ലോ. ഓപ്ഷൻ നോക്കാം. ദാറ്റ് ഈസ് ഇവിടെ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, എന്ത്, 4x സ്ക്വയർ e റേസ് ടു 2x. നിങ്ങൾ ഇവിടെ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കൺഫേം ചെയ്യാം ഏതാണ് ഫൈനൽ ആൻസർ എന്നുള്ളത് അല്ലേ. ഇത് മാത്രമാണ് എന്ത്, ഒന്നാമത്തെ സെക്കൻഡ് ഓപ്ഷൻ മാത്രമാണ് 4x സ്ക്വയർ e റേസ് ടു 2x. ഇതെല്ലാം തെറ്റാണ്, ശരിയല്ലേ. എന്നാലും നമുക്ക് എന്ത് ചെയ്യാം, സെക്കൻഡും തേർഡും ദാറ്റ് ഈസ് pi1ഉം pi2 കൂടി നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. pi2 എന്ന് പറയുന്നത് 8 ഇൻറ്റു എന്തായിരുന്നു നമ്മുടെ ഫംഗ്ഷൻ, സൈൻ 2x ആണ്. ഇപ്പൊ 1 ഡിവൈഡ് ബൈ d മൈനസ് 2 ഹോൾ സ്ക്വയർ 8 ഇൻറ്റു നെക്സ്റ്റ് സൈൻ 2x. എങ്ങനെ നമ്മൾ ഇത് ഇവാലുവേറ്റ് ചെയ്യാം, 8 നമുക്ക് പുറത്തേക്ക് എടുക്കാം. 8 ഇൻറ്റു 1 ഡിവൈഡ് ബൈ ഇത് എക്സ്പാൻഡ് ചെയ്യാം, കാരണം സൈൻ ax ആണെങ്കിൽ d സ്ക്വയർ നമ്മൾ മൈനസ് ax കൊടുക്കും അല്ലേ. അപ്പോൾ d സ്ക്വയർ മൈനസ് 4d നെക്സ്റ്റ് പ്ലസ് 4 ഇൻറ്റു സൈൻ 2x. എങ്ങനെയാണ് നമ്മൾ ഇത് സോൾവ് ചെയ്യുക, ദാറ്റ് ഈസ് d സ്ക്വയറിന് മൈനസ് 4 കൊടുക്കാം. d ഇൻറ്റു 1 ഡിവൈഡ് ബൈ മൈനസ് 4d പ്ലസ് 4 ഇത് രണ്ടും ക്യാൻസൽ ചെയ്യും, ബാക്കി സൈൻ 2x. ദാറ്റ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, മൈനസ് 8 ഡിവൈഡഡ് ബൈ 4d സൈൻ 2x എന്ന് എഴുതാം. എങ്ങനെ സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാം, ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു മൈനസ് 8 ഡിവൈഡ് ബൈ 4 1 ഡിവൈഡ് ബൈ സൈൻ 2x. എന്താണ് 1/d വന്നു കഴിഞ്ഞാൽ ഇന്റഗ്രൽ എന്നാണ്, സൈൻ 2xന്റെ ഇന്റഗ്രൽ അല്ലെ. ദാറ്റ് ഈസ് എന്താണ് സൈൻ 2xന്റെ ഇന്റഗ്രൽ, ദാറ്റ് ഈസ് മൈനസ് കോസ് 2x ഡിവൈഡ് ബൈ 2 അല്ലെ. ദാറ്റ് ഈസ് മൈനസ് കോസ് 2x ഡിവൈഡ് ബൈ 2. ദാറ്റ് ഈസ് ഒന്നുകൂടി സിമ്പിൾ ഫോമിലേക്ക് മാറ്റി എഴുതി കഴിഞ്ഞാൽ ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാം അല്ലെ. 8 നമുക്ക് ക്യാൻസൽ ചെയ്യാം, മൈനസ് പ്ലസ് ആയിട്ട് മാറി, ദാറ്റ് ഈസ് കോസ് 2x എന്നായി. ഇനിയും വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ കോസ് 2x ഇവിടെ മാത്രമേ വന്നിട്ടുള്ളൂ, ബാക്കി ഇതും തെറ്റാണ് അല്ലെ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, കൺക്ലൂഡ് ചെയ്യാം
ഓപ്ഷൻ സെക്കൻഡ് ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ഒന്നും ചെയ്യാതെ തന്നെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. കോംപ്ലക്സ് ഇന്റഗ്രേഷനുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇന്റഗ്രൽ ഓവർ സി z മൈനസ് എ ഓൾസ് പവർ n dz. ഇവിടെ നമുക്ക് സി തന്നിട്ടുണ്ട്. സി എന്ന് പറയുന്നത് സർക്കിൾ ആണ് അല്ലെ. ദാറ്റ് ഈസ് എ സെന്ററും റേഡിയസ് ആറുമായിട്ടുള്ള ഒരു സർക്കിൾ ആണ് നമ്മുടെ സി എന്ന ക്ലോസ്ഡ് കർവ്. എന്താണ് കോംപ്ലക്സ് ഇന്റഗ്രേഷനുമായി ബന്ധപ്പെട്ട ഒരുപാട് റിസൾട്ട്. എന്താണ് കോഷി ഇന്റഗ്രൽ തിയറം? ഒരു ഫംഗ്ഷന് ഒരു ക്ലോസ്ഡ് റീജിയന്റെ അകത്ത് അനലിറ്റിക് ആണെങ്കിൽ, ദാറ്റ് ഈസ് എൻറ്റയർ ആണെങ്കിൽ, ഒരു ക്ലോസ്ഡ് റീജിയന്റെ അകത്ത് നമ്മുടെ തന്നിട്ടുള്ള ഫംഗ്ഷൻ അനലിറ്റിക് ആണെങ്കിൽ എന്തായിരിക്കും? ഇന്റഗ്രൽ എന്ന് പറയുന്നത് 0 ആയിരിക്കും. എന്താണ് എൻറ്റയർ ഫംഗ്ഷന്? കോംപ്ലക്സ് പ്ലെയിൻ എടുത്തു കഴിഞ്ഞാൽ ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ എല്ലായിടത്തും അത് അനലിറ്റിക് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയാ? കോഷി ഇന്റഗ്രൽ, ദാറ്റ് ഈസ് അനലിറ്റിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് അല്ലെ, അല്ലെങ്കിൽ എൻറ്റയർ ഫംഗ്ഷൻ, എൻറ്റയർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ കോംപ്ലക്സ് പ്ലെയിൻ എടുത്തു കഴിഞ്ഞാൽ എല്ലാ പോയിന്റിലും ഫംഗ്ഷൻ അനലിറ്റിക് ആണെങ്കിൽ അതിനെ എൻറ്റയർ ഫംഗ്ഷൻ എന്ന് പറയും. എന്തൊക്കെയാണ് എൻറ്റയർ ഫംഗ്ഷൻ? എക്സാമ്പിൾ e റേസ് ടു z, cos z, sin z അല്ലെ. അതുപോലെ തന്നെ എല്ലാ പോളിനോമിയൽ ഫംഗ്ഷൻസ്, ഇതൊക്കെ എന്താണ്? എൻറ്റയർ ഫംഗ്ഷൻസ് ആണ്. അപ്പൊ ഒരു എൻറ്റയർ ഫംഗ്ഷന്റെ നമ്മൾ ഏതെങ്കിലും ഒരു ക്ലോസ്ഡ് റീജിയന്റെ അകത്ത് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 0 ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്. കോഷി ഇന്റഗ്രൽ ഫോർമുല എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് കോഷി ഇന്റഗ്രൽ ഫോർമുല എന്താണ്? അപ്പൊ ഇതൊക്കെ നമുക്കറിയാം. ഓക്കെ. അപ്പൊ പക്ഷെ ഇവിടെ തന്നിട്ടുള്ളത് ഒരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ? ദാറ്റ് ഈസ് ക്ലോസ്ഡ് ഇന്റഗ്രൽ ഓവർ സി z മൈനസ് ഏതാണ്? ദാറ്റ് ഈസ് z മൈനസ് എ ഓൾ പവർ n dz. ദിസ് ഈക്വൽ ടു, ഇതിന് 2 വാല്യൂ വരുള്ളൂ. എന്താണ്? സി എന്തായിരിക്കണം? സി മോഡ് z മൈനസ് എ ഈക്വൽ ടു r ആണെങ്കിൽ ഇതിന് 2 ആൻസർ വരുള്ളൂ. ഒന്നെങ്കിൽ അത് 2πi ആയിരിക്കും, അല്ലെങ്കിലോ അത് 0 ആയിരിക്കും. എന്താണ്? n ഈക്വൽ ടു -1 ആണെങ്കിൽ, ഇവിടെ എഴുതിയിട്ടുള്ള ഈ ഒരു n -1 ആണെങ്കിൽ എന്തായിരിക്കും? 2πi ആയിരിക്കും. അല്ലാത്ത എല്ലാ കേസിലും ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും അല്ലെ. എ എന്തായിരിക്കണം? എ എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ് നമ്മുടെ കർവിന്റെ അകത്തോ ആയിരിക്കണം. അല്ലാത്ത കേസിൽ ആൾവേസ് 0 ആണ്, നമുക്കറിയാം അല്ലെ. ദാറ്റ് ഈസ് z ഈക്വൽ ടു എ എന്ന് പറയുന്നത് ഒരു സിംഗുലർ പോയിന്റ് ആയിരിക്കണം. അങ്ങനത്തെ കേസിലാണെങ്കിൽ ഇവിടെ എന്താണ്? z ഈക്വൽ ടു, ഇവിടെ എ സെന്ററും റേഡിയസ് ആറുമായിട്ട് സർക്കിളാ. അതുകൊണ്ട് എ നമ്മുടെ ഈ ഒരു കർവിന്റെ അകത്തായിരിക്കും അല്ലെ. ക്ലോസ്ഡ് കർവിന്റെ അകത്തായിരിക്കും ഈ ഒരു സിംഗുലർ പോയിന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇവിടെ n ഈക്വൽ ടു -1 ആണെങ്കിൽ 2πi ആയിരിക്കും. n ഈക്വൽ ടു -1 അല്ലെങ്കിൽ, n ഈക്വൽ ടു -1 അല്ലെങ്കിൽ ഇത് എപ്പോഴും 0 ആയിരിക്കും. ക്ലിയർ ആണല്ലോ? പക്ഷെ ഇവിടെ നമുക്ക് n നമുക്ക് തന്നിട്ടില്ല അല്ലെ. n എന്താണ്? z മൈനസ് എ ഓൾ സ്ക്വയർ എന്നാണ്. z മൈനസ് എ ഓൾ പവർ n ആണ്. ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പോളിനോമിയൽ ഇക്വേഷൻ ആണ് കിട്ടുക. ക്ലിയർ ആണല്ലോ? Therefore ഇതെന്തായിരിക്കും? കോഷി ഇന്റഗ്രൽ തിയറം ഉപയോഗിച്ച് ദിസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇനി ഇതിന് പകരം നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ക്ലോസ് ഇന്റഗ്രൽ ഓവർ സി z മൈനസ് 1 ഓൾ പവർ -5 dz എന്നിട്ട് തന്നിട്ടുണ്ട് മോഡ് z മൈനസ് 1 ഈക്വൽ ടു 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ദാറ്റ് ഈസ് n -1 ആണെങ്കിൽ മാത്രമാണ് 2πi, അല്ലാത്ത കേസിലെല്ലാം 0 ആണ്. ആൻസർ എന്തായിരിക്കും? ഇത് 0 ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന് നിങ്ങൾ റിവൈസ് ചെയ്യുമ്പോൾ ഇതിന്റെ കൂടെ അറിയേണ്ട റിസൾട്ടുകളാണ് കോഷി ഇന്റഗ്രൽ തിയറം, കോഷി ഇന്റഗ്രൽ ഫോർമുല, ഡെറിവേറ്റീവ് ഓഫ് കോഷി ഇന്റഗ്രൽ ഫോർമുല. ഈ 3 റിസൾട്ടും കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. ഒരു ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് അനലിറ്റിക് ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാം. എന്താണ് നെസസറി ആൻഡ് സഫിഷ്യന്റ് കണ്ടീഷൻ? ക്ലിയർ ആണല്ലോ? ദാറ്റ് ഈസ് അതെന്തായിരിക്കണം? നമ്മുടെ ഓയിലർ ഇക്വേഷൻ അല്ല, കോഷി റീമാൻ ഇക്വേഷൻ അല്ലെ. ഒരു ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? അത് അനലിറ്റിക് ആയിരിക്കും. തന്നിട്ടുള്ള ഫംഗ്ഷന് ഫസ്റ്റ് ഡെറിവേറ്റീവ്, പാർഷ്യൽ ഡെറിവേറ്റീവ് ഒക്കെ കണ്ടിന്യൂസ് ആണ്. കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? അനലിറ്റിക് ആയിരിക്കും. എന്നാണ് കോഷി റീമാൻ ഇക്വേഷൻ. ux
ഏതൊരു കോംപ്ലക്സ് ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാലും എഫ് ഓഫ് സെഡ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് സം യു പ്ലസ് ഐ വി എന്ന ഫോമിൽ എഴുതാൻ പറ്റും. യുവും വിയും എന്താണ്? ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ആണ്. യു എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ആണ്, വി എന്ന് പറയുന്നതും ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ആണ്. അപ്പൊ ഏതൊരു ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാലും, കോംപ്ലക്സ് ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാലും യു പ്ലസ് ഐ വി എന്ന ഫോമിൽ എഴുതാൻ പറ്റും അല്ലെ. എന്നിട്ട് യു എക്സ് ഈക്വൽ ടു വി വൈയും യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സും ആണെങ്കിൽ എന്തായിരിക്കും? തന്നുള്ള ഫംഗ്ഷൻ അനലിറ്റിക് ആയിരിക്കും അല്ലെ. എന്തൊക്കെ ആയിരിക്കണം? ഈ പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടിന്യൂസും കൂടി ആയിരിക്കണം അല്ലെ. ദെർഫോർ ഈ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അനലിറ്റിക് ആയിരിക്കും. അപ്പൊ ഇതും കൂടി ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ ഓർത്തിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ബേസിക് ആയിട്ടുള്ള എല്ലാ ഫംഗ്ഷന്റെയും ലാപ്ലാസ് ട്രാൻസ്ഫോം റിസൾട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം അല്ലെ. വണ്ണിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം അറിയാമല്ലോ. നെക്സ്റ്റ് ടിയുടെ അറിയാലോ. ടി സ്ക്വയർ ആണെങ്കിലും ടി ക്യൂബ് ആണെങ്കിലും ടി റേസ് ടു എൻ ആണെങ്കിലും ജനറൽ ഫോർമുല നമുക്കറിയാം. ഇ റേസ് ടു എ ടി നിങ്ങൾ റിവൈസ് ചെയ്യുക, ഞാൻ കംപ്ലീറ്റ് പറയുന്നില്ല. ഇ റേസ് ടു എ ടി സൈൻ എ ടി കോസ് എ ടി, അതുപോലെ തന്നെ സൈൻ എച്ച് എ ടി കോസ് എച്ച് എ ടി ഹൈപ്പർബോളിക് ഫംഗ്ഷൻസ്. അതേപോലെ എന്താണ് ഷിഫ്റ്റിംഗ് തിയറം അല്ലെ, എന്താണ് കൺവല്യൂഷൻ തിയറം, അതുപോലെ തന്നെ ലാപ്ലാസ് ഇൻവേഴ്സ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഇത്രയും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് എല്ലാം അതിന്റെ ഇൻവേഴ്സും ലാപ്ലാസ് ട്രാൻസ്ഫോം റിസൾട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഒരു കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ്. കോസ് 2t മൈനസ് കോസ് 3t ഡിവൈഡഡ് ബൈ ടി. നമുക്ക് ഒരുപാട് റിസൾട്ട് അറിയാം അല്ലെ. ഇന്റഗ്രേഷൻ ഫോർമുല അറിയാം, ഡെറിവേറ്റീവ് ഫോർമുല അറിയാം. എന്താണ് എഫ് ഓഫ് ടി എന്ന ഒരു ഫംഗ്ഷന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എഫ് ഓഫ് എസ് ആണെങ്കിൽ എന്താണ് എഫ് ഓഫ് ടി ഡിവൈഡഡ് ബൈ ടി, ഇതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്തായിരിക്കും? സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്. ഈ ഒരു റിസൾട്ട് ഉപയോഗിച്ചിട്ടാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. എഫ് ഓഫ് ടി എന്ന ഫംഗ്ഷൻ നമുക്ക് എന്താക്കി എടുക്കാം? കോസ് 2t മൈനസ് കോസ് 3t ആക്കിയിട്ടെടുക്കാം. അപ്പൊ ആ ഒരു ഫംഗ്ഷൻ ഡിവൈഡഡ് ബൈ ടി, അതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്തായിരിക്കും? ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് യു ഡി യു. ഇതാണ് അല്ലെ, നമുക്ക് അറിയുന്നതാണ്. അപ്പൊ എന്താണ് കോസ് 2tയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം? ലാപ്ലാസ് ഓഫ് കോസ് 2t എന്താണ്? കോസ് 2t അറിയാമെങ്കിൽ കോസ് 3tയും സിമ്പിളാ അല്ലെ. ലാപ്ലാസ് ഓഫ് കോസ് 3t എന്താണ്? ലാപ്ലാസ് ഓഫ് കോസ് AT എന്താണ്? ലാപ്ലാസ് ഓഫ് കോസ് AT എന്ന് പറയുന്നത് എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ നെക്സ്റ്റ് മൈ പ്ലസ് എ സ്ക്വയർ ആയിരിക്കും. ശരിയല്ലേ? നമുക്ക് അറിയുന്ന റിസൾട്ടാ. Therefore ലാപ്ലാസ് ഓഫ് cos 2t this equal to s divided by s square plus 4 ആണ്. ലാപ്ലാസ് ഓഫ് cos 2t cos 3t എന്ന് പറയുന്നത് s divided by s square plus 9 എന്നാണ്. അങ്ങനെയാണെങ്കിൽ that is ലാപ്ലാസ് ഓഫ് cos 2t minus cos 3t this equal to എന്തായിരിക്കും? s divided by s square plus 4 next minus s divided by s square plus 9. ശരിയല്ലേ? ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് റിസൾട്ട് ഉപയോഗിക്കാം. എന്താണ് റിസൾട്ട്? എഫ് ഓഫ് എസ് എന്ന ഫംഗ്ഷന്റെ എഫ് ഓഫ് ടി എന്ന ഫംഗ്ഷന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എഫ് ഓഫ് എസ് ആണെങ്കിൽ ലാപ്ലാസ് ഓഫ് എഫ് ഓഫ് ടി ഡിവൈഡ് ബൈ ടി എന്തായിരിക്കും? ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് യു ഡി യു ആയിരിക്കും അല്ലെ. അപ്പൊ ഇൻ ടേംസ് ഓഫ് യുയിലേക്ക് മാറ്റിയത് തന്നിട്ടുള്ള ഈ ഒരു ഫംഗ്ഷന്, ദാറ്റ് ഈസ് ഈ ഒരു ഫംഗ്ഷൻ യു ഡിവൈഡഡ് ബൈ യു സ്ക്വയർ പ്ലസ് 4 മൈനസ് യു ഡിവൈഡ് ബൈ യു സ്ക്വയർ പ്ലസ് 9 എന്ന് എഴുതാം. ഇതിനെ ഈ ഒരു ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. എസ് മുതൽ ഇൻഫിനിറ്റി വരെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി നെക്സ്റ്റ് യു ഡിവൈഡഡ് ബൈ യു സ്ക്വയർ പ്ലസ് 4 മൈനസ് യു ഡിവൈഡ് ബൈ യു സ്ക്വയർ പ്ലസ് 9 ഇൻറ്റു ഡി യു. എന്താണ് കിട്ടുന്ന ആൻസർ? അതായിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു, ഞാൻ നെക്സ്റ്റ് ഇവിടെ എഴുതാം, ഇതെന്നെ കണ്ടിന്യൂ ചെയ്യാം. ദാറ്റ് ഈസ് ലോഗ്, ഇവിടെ ഞാൻ 2 എടുത്തു. നമുക്കറിയുന്ന റിസൾട്ട് എന്താണ്? നമുക്കറിയുന്ന റിസൾട്ട് എപ്പോഴെങ്കിലും ഇന്റഗ്രൽ ചെയ്യുമ്പോൾ താഴത്തെ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണ് മുകളിൽ കിടക്കുന്നതെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ എഫ് ഓഫ് എക്സ് എന്ന ഫോമിലാണെങ്കിൽ എന്താണ് ഇതിന്റെ ആൻസർ? ലോഗ് ഡിനോമിനേറ്റർ ആയിരിക്കും. ഇപ്പൊ യു സ്ക്വയർ പ്ലസ് 4 അതിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 2u ആണ്. യു സ്ക്വയർ പ്ലസ് 9 അതിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 2u ആണ്.
ഇവിടെ 2 കൊടുത്തു കഴിഞ്ഞാലും ഇവിടെ 2 കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറക്റ്റ് ആൻസർ ആയി അല്ലേ. ആ 2 ചുമ്മാ കൊടുക്കാൻ പറ്റുമോ? ഇല്ല, നമുക്ക് ഒരു 1/2 പുറത്തും കൂടി കൊടുക്കാം. Therefore നമുക്ക് എന്ത് എഴുതാം? 1/2 ടൈംസ് ലോഗ് ഡിനോമിനേറ്റർ ദാറ്റ് ഈസ് u സ്ക്വയർ പ്ലസ് 4 മൈനസ് ലോഗ് u സ്ക്വയർ പ്ലസ് 9 എന്ന് എഴുതാം. ശരിയാണല്ലോ? ദാറ്റ് ഈസ് ലോഗ് ഡിനോമിനേറ്റർ. എന്താണ് ലോഗ് എക്സ് മൈനസ് ലോഗ് വൈ? ദാറ്റ് ഈസ് ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ വൈ എന്നാണ്. ശരിയല്ലേ? Therefore ഇതിനെ നമുക്ക് 1/2 ലോഗ് u സ്ക്വയർ പ്ലസ് 4 ഡിവൈഡഡ് ബൈ നെക്സ്റ്റ് u സ്ക്വയർ പ്ലസ് 9 എന്ന് എഴുതാം. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ദാറ്റ് ഈസ് എസ് ടു ഇൻഫിനിറ്റി. ഒരു യു നമുക്ക് എന്ത് ചെയ്യാം? പുറത്തേക്ക് എടുക്കാം അല്ലെ, അല്ലെങ്കിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം ആണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ യു ക്യാൻസൽ ചെയ്യാൻ പോവാണ്. യു ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? ലോഗ് 1 പ്ലസ് 1 ഡിവൈഡ് ബൈ യു സ്ക്വയർ, ഇവിടെയോ 1 പ്ലസ് 9 ഡിവൈഡ് ബൈ യു സ്ക്വയർ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നമ്മുടെ ലിമിറ്റ് എസ് ടു ഇൻഫിനിറ്റി. ദാറ്റ് ഈസ് ഇവിടെ അപ്പർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 1 ലോഗ് 1 പ്ലസ് 1 ഡിവൈഡ് ബൈ ഇൻഫിനിറ്റി. ഈ ടേം 0ക്ക് പോകും, ഈ ടേം 0ക്ക് പോകും അല്ലേ. ആ ലോഗ് 1 എന്ന് വരും. എന്താണ് ലോഗ് 1? ലോഗ് 1 0 ആണ്. ദാറ്റ് ഈസ് 1/2 ടൈംസ് 0 മൈനസ് അപ്പർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാലോ ദാറ്റ് ഈസ് ലോഗ് 1 പ്ലസ് 1 ബൈ എസ് സ്ക്വയർ ഡിവൈഡ് ബൈ 1 പ്ലസ് 1 ഡിവൈഡ് ബൈ 9 ഡിവൈഡ് ബൈ ഇവിടെ 1 ആയിരുന്നോ? അല്ല, ഇവിടെ 4 ആയിരുന്നു. ഇവിടെ 4 ആയിരുന്നു അല്ലെ. 9 ഡിവൈഡ് ബൈ എസ് സ്ക്വയർ ഇങ്ങനെ ആയി. ഒന്നുകൂടി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഒന്ന് റീ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? 1/2 മൈനസ് ലോഗ് എസ് സ്ക്വയർ പ്ലസ് 4 ഡിവൈഡ് ബൈ എസ് സ്ക്വയർ ഓൾ ഡിവൈഡഡ് ബൈ നെക്സ്റ്റ് എസ് സ്ക്വയർ പ്ലസ് 9 ഡിവൈഡ് ബൈ എസ് സ്ക്വയർ. എസ് സ്ക്വയർ ക്യാൻസൽ ചെയ്യാം അല്ലെ. ദാറ്റ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് 1/2 മൈനസ് ലോഗ് എസ് സ്ക്വയർ പ്ലസ് 4 ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 9. ഈ മൈനസ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഈ മൈനസ് ഒന്ന് ഒഴിവാക്കാം. ഒഴിവാക്കണമെങ്കിൽ ഇവിടെ മുകൾക്ക് എഴുതിയാൽ മതി അല്ലെ. ദാറ്റ് ഈസ് ഇവിടെ സം ടേം പവർ -1 റെസിപ്രോക്കൽ എടുത്താൽ മതി. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു 1/2 ടൈംസ് ലോഗ് എസ് സ്ക്വയർ പ്ലസ് 9 ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 അല്ലെ. ഇതാണ് ഫൈനൽ ആൻസർ. ഓപ്ഷനിൽ കിടക്കുന്നുണ്ടോ? ഈ ഒരു ഓപ്ഷനിൽ കിടക്കുന്നുണ്ടോ ഈ ഒരു ആൻസർ? 1/2 ടൈംസ് എസ് സ്ക്വയർ പ്ലസ് 9 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ സം ഓഫ് ദ റെസിഡ്യൂ. ഓക്കെ, ഇവിടെ തന്നിട്ട് ഫംഗ്ഷൻ നോക്കി കഴിഞ്ഞാൽ ഈ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് സ്ക്വയർ ഡിവൈഡ് ബൈ സെഡ് -1 ഓൾ സ്ക്വയർ ഇൻറ്റു സെഡ് പ്ലസ് 2 എന്നാണ്. ഓക്കെ, ഏതൊക്കെയാണ് സിംഗുലർ പോയിന്റ്? സെഡ് ഈക്വൽ ടു 1ഉം സെഡ് ഈക്വൽ ടു -2ഉം സിംഗുലർ പോയിന്റാ. പക്ഷേ സെഡ് ഈക്വൽ ടു -2 എന്ന് പറയുന്നത് സിമ്പിൾ പോളാണ്. സെഡ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് പോൾ ഓഫ് ഓർഡർ 2 ആണ്. പോൾ ഓഫ് ഓർഡർ m ആണെങ്കിൽ എങ്ങനെയാണ് റെസിഡ്യൂ കണ്ടുപിടിക്കാൻ നമുക്കറിയാം അല്ലെ. ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. സിമ്പിൾ പോൾ ആണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാൻ നമുക്കറിയാം അല്ലെ. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? സെഡ് ഈക്വൽ ടു -2യുടെ പോൾ ദാറ്റ് ഈസ് ഈ ഒരു പോളിന്റെ റെസിഡ്യൂ കണ്ടുപിടിക്കാം അല്ലെ. ഏതാണ് ഇക്വേഷൻ? ദാറ്റ് ഈസ് റെസിഡ്യൂ അറ്റ് z ഈക്വൽ ടു -2 ഈ എഫ് ഓഫ് z. എന്താ ചെയ്യേണ്ടത്? ദാറ്റ് ഈസ് ലിമിറ്റ് z goes to -2 z minus -2 into f of z. That equal to limit z goes to -2 z plus 2 എന്താണ് f of z? f of z എന്ന് പറയുന്നത് z square divided by z minus 1 whole square into z plus 2 എന്നാണ്. z plus 2 ക്യാൻസൽ ചെയ്യാം. ശരിയല്ലേ? That is limit z goes to -2 next z square divided by z minus 1 whole square. എന്തായിരിക്കും കിട്ടുന്ന ആൻസർ? -2 whole square divided by -2 minus 1 whole square. ശരിയല്ലേ? That is this equal to എന്ത് കിട്ടും? 4 divided by next 3 whole square 4 divided by 9 എന്ന് കിട്ടും. ഇനി അടുത്തത് z equal to -2 z equal to -1 ആണെങ്കിൽ അഥവാ പോൾ ഓഫ് ഓർഡർ 2 ആണ്. എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? പോൾ ഓഫ് ഓർഡർ m ആണെങ്കിൽ എന്തായിരിക്കും? റെസിഡ്യൂ അറ്റ് z ഈക്വൽ ടു a f ഓഫ് z. പോൾ ഓഫ് ഓർഡർ m ആണെങ്കിൽ 1 divided by m minus 1 factorial limit z goes to some a next
z മൈനസ് എ ഓൾ പവർ em ഇൻറ്റു എഫ് ഓഫ് സെഡ് അല്ലേ. എന്നിട്ട് ഇതിനെ എം മൈനസ് വൺത്ത് ഡെറിവേറ്റീവ് നമ്മൾ ചെയ്യണം. എം മൈനസ് വൺത്ത് ഡെറിവേറ്റീവ് ഓഫ് വിത്ത് റെസ്പെക്ട് ടു സെഡ്. ക്ലിയർ ആണല്ലോ. Therefore ഇതൊക്കെ നമുക്ക് അറിയുന്ന നിങ്ങൾ പഠിച്ചിട്ടുള്ള റിസൾട്ട് ആണ്. ഒന്ന് റിവൈസ് ചെയ്യാൻ മാത്രമാണ് നമ്മൾ ഈ ഒരു ടൈമിൽ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു നമുക്ക് ഇവിടെ z ഈക്വൽ ടു 1 എന്ന് പറയുന്നത് പോൾ ഓഫ് ഓർഡർ 2 ആണ്. Therefore റെസിഡ്യൂ അറ്റ് z ഈക്വൽ ടു ഏതാണ്? -1 ആണ് അല്ലേ. z ഈക്വൽ ടു ഏതാണ്? z ഈക്വൽ ടു 1 ആണ്. z ഈക്വൽ ടു 1. z ഈക്വൽ ടു 1. നെക്സ്റ്റ് ദിസ് ഈക്വൽ ടു എഫ് ഓഫ് z ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ നെക്സ്റ്റ് പോൾ ഓഫ് ഓർഡർ 2 അതുകൊണ്ട് 2 മൈനസ് 1 ഫാക്ടോറിയൽ അഥവാ 1 ഫാക്ടോറിയൽ 1 ഫാക്ടോറിയൽ. നെക്സ്റ്റ് ലിമിറ്റ് z ഗോസ് ടു 1. ഒരു ഡെറിവേറ്റീവ് ചെയ്യണം, ഒരു പ്രാവശ്യം ഡെറിവേറ്റീവ് ചെയ്യണം അല്ലെ. പോൾ ഓഫ് ഓർഡർ m ആണെങ്കിൽ m മൈനസ് 1th ഡെറിവേറ്റീവ് ചെയ്യണം. പോൾ ഓഫ് ഓർഡർ 2 ആണെങ്കിൽ ഒരു പ്രാവശ്യം ഡെറിവേറ്റീവ് ചെയ്യണം അല്ലെ. 2 മൈനസ് 1th ഡെറിവേറ്റീവ് അഥവാ ഫസ്റ്റ് ഡെറിവേറ്റീവ് d ബൈ ഡി z ഓഫ് z മൈനസ് 1 ഹോൾ സ്ക്വയർ. നെക്സ്റ്റ് എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് z സ്ക്വയർ ഡിവൈഡ് ബൈ z മൈനസ് 1 ഹോൾ സ്ക്വയർ ഇൻറ്റു z പ്ലസ് 2. ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്തുണ്ട്? ദാറ്റ് ഈസ് 1 ഡിവൈഡ് ബൈ 1 ഫാക്ടോറിയൽ. ലിമിറ്റ് z ഗോസ് ടു 1 d ബൈ ഡി z ഓഫ് z സ്ക്വയർ ഡിവൈഡഡ് ബൈ z പ്ലസ് 2. എന്താണ്? കോഷ്യൻ റൂൾ ഉപയോഗിക്കേണ്ടി വരും അല്ലേ. That is denominator into z plus 2 into derivative of numerator minus numerator into derivative of denominator divided by denominator square. നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ നമ്മുടെ z ഈക്വൽ ടു 1 അല്ലേ. നമ്മുടെ പോൾ ഓഫ് ഓർഡർ 2 ആണ്. ദാറ്റ് ഈസ് പോൾ എന്ന് പറയുന്നത് z ഈക്വൽ ടു 1 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് 1 പ്ലസ് 2 ഇൻറ്റു 2 മൈനസ് 1 ഡിവൈഡ് ബൈ 3. That equal to 6 അല്ലേ. 6 മൈനസ് 1 ഡിവൈഡ് ബൈ 3. That equal to 5 ഡിവൈഡഡ് ബൈ 3 എന്നായി. ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? ഈ തന്നിട്ടുള്ള ഫംഗ്ഷന്റെ സം ഓഫ് ദി റെസിഡ്യൂ ആണ്. ഓക്കെ. Therefore നമുക്ക് ഫസ്റ്റ് റെസിഡ്യൂ എന്ത് കിട്ടി? 9 ഡിവൈഡ് ബൈ 4 ഡിവൈഡ് ബൈ 9 എന്ന് കിട്ടി. സെക്കൻഡ് റെസിഡ്യൂ എന്ത് കിട്ടി? 5 ഡിവൈഡ് ബൈ 3 എന്ന് കിട്ടി. നമുക്ക് എന്ത് ചെയ്യാം? ഇത് രണ്ടും ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം അല്ലെ. That is 12 plus 9 sorry. ഓക്കെ. ഇത് രണ്ട് കോമൺ ഡിനോമിനേറ്ററിലേക്ക് മാറ്റിയാൽ മതി. 9 3 by 3 ചെയ്താൽ മതി അല്ലേ. ദാറ്റ് ഈസ് 4 പ്ലസ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ ഡിനോമിനേറ്റർ സ്ക്വയർ ആണ്. ഡിനോമിനേറ്റർ സ്ക്വയർ ആണ് ഇവിടെ. ദാറ്റ് ഈസ് ഇവിടെ സ്ക്വയർ വരും, ഇവിടെ സ്ക്വയർ വരും അല്ലേ. ഇവിടെ സ്ക്വയർ വരും. Therefore 4 divided by 9 plus 5 divided by 9. That equal to നമുക്ക് കിട്ടുന്നത് 9 divided by 9 എന്ന് കിട്ടും. ദാറ്റ് ഫൈനൽ ആൻസർ 1 എന്ന് കിട്ടും അല്ലേ. ഓപ്ഷൻ ഏതാണ്? ഫൈനൽ ആൻസർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്ലിയർ അല്ലേ. അപ്പൊ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഏകദേശം ഒരു 90% ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, സിമ്പിൾ ആയിരുന്നു. 1-2 ക്വസ്റ്റ്യൻ മാത്രമേ ഇത്തിരി ടൈം എടുത്ത് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഉള്ളൂ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫോറിയർ സീരീസുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ. എന്താണ് ഫോറിയർ സീരീസ്? എന്താണ് ഹാഫ് റേഞ്ച് ഫോറിയർ സീരീസ്? എന്താണ് ഫോറിയർ കൊസൈൻ സീരീസ്? എന്താണ് ഫോറിയർ സൈൻ സീരീസ്? എന്താണ് ഡിറിച്ലെറ്റ് കണ്ടീഷൻ? ഇത്രയും കാര്യങ്ങൾ ഫോറിയർ സീരീസുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. എന്താണ് ഓഡ് ഫംഗ്ഷൻ? എന്താണ് ഈവൻ ഫംഗ്ഷൻ? ഓഡ് ഫംഗ്ഷൻ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴും ഈവൻ ഫംഗ്ഷൻ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? സിമ്പിൾ ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് പൈ മുതൽ പൈ വരെയാണ് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യണത് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദാറ്റ് ഈസ് ഫോറിയർ സീരീസ് ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് പൈ ടു പൈ അല്ലേ. ഏതാണ്? ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് പൈ ടു പൈ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മൈനസ് ടു പൈ അല്ലേ. എന്താണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഫോർമുല? That is for a series f of x equal to a naught divided by 2 plus sigma n equal to 1 to infinity a n cos n pi x divided by l next plus sigma n equal to 1 to infinity b n sin n pi x divided by l. Clear ആണല്ലോ. അപ്പൊ ഇവിടെ എന്താണ് a naught a n അതുപോലെ തന്നെ b n ഇത് നമുക്കറിയാം അല്ലേ. That is
ഈ എ നോട്ടിന്റെ ഇക്വേഷൻ എന്താണ്? നമ്മുടെ റേഞ്ച് -π to π ആണെങ്കിൽ ഒരു ഇക്വേഷനാ, 0 to 2π ആണെങ്കിൽ മറ്റൊരു ഇക്വേഷനാ അല്ലെ. ഇന്റഗ്രൽ മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ. ദാറ്റ് ഈസ് എ നോട്ട് എന്തായിരിക്കും? എ നോട്ട് ഈക്വൽ ടു ഇവിടെ 1/π ഇന്റഗ്രൽ -π to π നെക്സ്റ്റ് f of x അഥവാ x² dx then equal to 1/π. ഇവിടെ ഈവൻ ഫംഗ്ഷൻ ആണ് x² എന്ന് പറയുന്നത്. നമുക്ക് 2 times ഇന്റഗ്രൽ 0 to π x² എന്ന് എഴുതാം. കാരണം ലോവർ ലിമിറ്റ് 0 ആയതുകൊണ്ട് ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഏറ്റവും സിമ്പിൾ ആയിരിക്കും. ദാറ്റ് ഈസ് 2/π എന്താണ്? x³ / 3 അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും 0 to π എന്നാവും. ദാറ്റ് ഈക്വൽ ടു 2/π π³ / 3 π ക്യാൻസൽ ചെയ്യാം. ദാറ്റ് ഈസ് 2/3 π² എന്നായിരിക്കും. ഇനി നിങ്ങൾ ഓപ്ഷൻ നോക്കുക. ഓപ്ഷനിൽ വേറെ ഈ 2/π എന്തായിരുന്നു? 2/3 π² ആണ്. 2/3 π², രണ്ട് ഓപ്ഷൻ അതേ രീതിയിൽ കിടക്കുന്നുണ്ട്. ഇതൊക്കെ തെറ്റാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലെ. അപ്പൊ രണ്ട് ഓപ്ഷനും കൂടി നമുക്ക് വാരിഫൈ ചെയ്യണം. രണ്ട് കോഴ്സിന്റെ ടേമ കിടക്കുന്നത്. ഓക്കെ, therefore നമുക്ക് ഈ എ എന്നും കൂടി കണ്ടുപിടിച്ചു കഴിഞ്ഞാലേ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് എ എൻ എന്താണ്? എ എന്നിന്റെ ഇക്വേഷൻ എന്താണ്? again 1/π ഇന്റഗ്രൽ 0 to π നെക്സ്റ്റ് 0 to അല്ലേ, ദാറ്റ് ഈസ് -π to π. കാരണം നമ്മുടെ ലിമിറ്റ് -π to π ആണ് തന്നിട്ടുള്ളത്. അപ്പൊ -π to π നെക്സ്റ്റ് f of x into cos nπx / dx എന്നാണ് L എന്ന് പറയുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ പ്രകാരം പൈ ആണ് L. ദാറ്റ് ഈസ് പൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു 1/π -π to π f of x x² എന്നാണ്. cos nπ dx എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ. ദാറ്റ് ഈസ് പൈ ക്യാൻസൽ ചെയ്തു. x² ഈവൻ ഫംഗ്ഷൻ ആണ്. cos nx എന്താണ്? ഈവൻ ഫംഗ്ഷൻ ആണ്. ക്ലിയർ ആണല്ലോ. ദാറ്റ് ഈസ് നമുക്ക് എന്ത് ചെയ്യാം? 2 times എന്ന് എഴുതാം. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു 1/π നെക്സ്റ്റ് ഇന്റഗ്രൽ 2 into 0 to π x² നെക്സ്റ്റ് cos nx dx. ഇത് സിമ്പിൾ ആണ് അല്ലെ. ഇന്റഗ്രേറ്റ് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. ഒന്നാമത്തെ ഫംഗ്ഷന് പോളിനോമിയൽ ഫംഗ്ഷൻ ആണെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ് അല്ലെ. എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാം? ബ്രാക്കറ്റ് മെത്തേഡ് വെച്ച് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. 1/π അല്ലെങ്കിൽ 2/π നെക്സ്റ്റ് ഇന്റഗ്രൽ ഒന്നുകൂടി റീറൈറ്റ് ചെയ്യാം. 0 to π x² cos nx dx. That is this equal to 2/π. Next first function into integral of second function, that is sin nx divided by n minus x² ന്റെ ഡെറിവേറ്റീവ് 2x. ഇനി sin nx ന്റെ ഇന്റഗ്രൽ മൈനസ് cos nx divided by മൈനസ് n അല്ലെ, അല്ലെങ്കിൽ n² എന്ന് എഴുതാം അല്ലെ. ആൾറെഡി ഒരു n ഉണ്ട്, വീണ്ടും എന്ത് ചെയ്യാം? n വന്നു. നെക്സ്റ്റ് അഗൈൻ പ്ലസ് 2x ന്റെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് 2 cos nx ന്റെ ഇന്റഗ്രൽ അഗൈൻ sin nx divided by n³. ഈ മൈനസ് അതേപോലെ എഴുതി. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും 0 to π. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്തു കഴിഞ്ഞാൽ 0 ആണ് വരിക. ഇവിടെയും അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്തു കഴിഞ്ഞാൽ 0 ആണ് വരിക. ലോവർ ലിമിറ്റ് 0 ആണ്, സൈൻ 0 ആണ്. അതുപോലെ തന്നെ അപ്പർ ലിമിറ്റ് പൈ ആണ്, സൈൻ nπ. ഏത് ഇൻഡിജർ പൈ എടുത്തു കഴിഞ്ഞാലും സൈൻ nπ 0 ആണ്. ശരിയല്ലേ? അപ്പൊ നമ്മുടെ ഇന്റഗ്രേഷനിൽ നിന്ന് ഇത്രയും ടേം നമുക്ക് ഒഴിവാക്കാം. ബാക്കി ഇത് മാത്രമാണ് ഉള്ളത് അല്ലെ. ദാറ്റ് ഈസ് മൈനസ് പ്ലസ് എന്നായി. ഓക്കെ, ഈ 2 ഞാൻ പുറത്തെഴുതി. ദാറ്റ് ഈസ് 4 എന്നായി. ദാറ്റ് ഈക്വൽ ടു 4/π. നെക്സ്റ്റ് x into cos nx divided by n². ഈ n² നമുക്ക് പുറത്തേക്ക് എടുക്കാം. ശരിയാണല്ലോ. 0 to π ആണ് നമുക്ക് ലിമിറ്റ് കൊടുക്കേണ്ടത്. ലോവർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 0 ആണ്. നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല, അപ്പർ ലിമിറ്റ് മാത്രം ചെക്ക് ചെയ്താൽ മതി. ദാറ്റ് ഈസ് നമുക്ക് എന്ത് കിട്ടും? 4/π n² π into cos nπ -1 whole power n. പൈ നമുക്ക് ക്യാൻസൽ ചെയ്യാം. 4/n² -1 whole square. ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ദാറ്റ് ഈസ് 4 പുറത്തെടുക്കാം അല്ലെ. ഇനി നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി എന്താണോ ദാറ്റ് ഈസ് 4 പുറത്തുള്ള ടേം ഉണ്ട്. ബാക്കി ആ സീരീസിന്റെ എക്സ്പാൻഷൻ. ശരിയല്ലേ? therefore ഓപ്ഷൻ സി ആണ്. അപ്പൊ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കംപ്ലീറ്റ് ചെയ്ത് ടൈം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരു ഫൈനലൈസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, കൺഫേം ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് നിർത്താം. ഓക്കെ, എന്നിട്ട് ടൈം ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക?
കംപ്ലീറ്റ് ചെയ്ത് ഒന്നും കൂടി വാരിഫൈ ചെയ്യുക, ചെയ്തിട്ടുള്ള ആൻസർ കൃത്യമാണോ അല്ലേ എന്ന് വാരിഫൈ ചെയ്യാം. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ, 10ാമത്തെ ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ദ റെക്ടാംഗുലർ സോളിഡ് ഓഫ് മാക്സിമം വോളിയം ദാറ്റ് ക്യാൻ ബി ഇൻസ്ക്രൈബ്ഡ് ഇൻ ഗിവൺ സ്ഫിയർ ഈസ്. ഏതാണ്? ഒരു ക്യൂബിന്റെ അകത്താണ് അല്ലെ മാക്സിമം വോളിയം ഉണ്ടാവുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് കറക്റ്റ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ക്യൂബ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്, കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ നിങ്ങൾ ഈ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി നിങ്ങൾ ചെക്ക് ചെയ്യുക, ഒന്നും കൂടി നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ഇതിനോട് റിലേറ്റ് ചെയ്ത് നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ ടോപ്പിക്സും, എല്ലാ ക്വസ്റ്റ്യൻസും, എല്ലാ റിസൾട്ടും നിങ്ങൾ റിവൈസ് ചെയ്യുക. എല്ലാവർക്കും നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റട്ടെ, പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രം വരട്ടെ, പഠിച്ചത് നമുക്ക് ശരിയായ രീതിയിൽ എഴുതാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. താങ്ക് യു.